വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായഹസ്തം നീട്ടുന്ന കാഴ്ചയാണ് നാടെങ്ങും. ഈ സാഹചര്യത്തിൽ മറ്റൊരു വിഷയമാണ് വ്യാപാര മേഖലയിൽ സജീവ ചർച്ചയാകുന്നത്. ചെറുകിട വ്യാപാരികളെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഓൺലൈൻ വ്യാപാരം നിരുത്സാഹപ്പെടുത്തണമെന്നുമുള്ള വാദങ്ങളാണ് ഉയർന്നുവരുന്നത്. ഓണം വന്നാലും വിഷു വന്നാലും ഏത് ദുരന്തമുണ്ടായാലും ഏറ്റവും ആദ്യം പിരിവിനായി കൈനീട്ടുക വ്യാപാരി സമൂഹത്തോടാണ്. പിരിവിനായി മാത്രം വൻതുകയാണ് ഓരോ വർഷവും ചെറുകിട വ്യാപാരികൾ നൽകുന്നത്. പിരിവ് നൽകിയില്ലെങ്കിലോ പിന്നീട് ഭീഷണിയായി വ്യാജ പ്രചരണങ്ങളായി വ്യാപാരിയുടെ കച്ചവടം കുത്തുപാളയടിപ്പിക്കും. അതിനാൽ തന്നെ ഇല്ലെങ്കിലും ഉള്ള പിരിവൊക്കെ കൊടുത്ത് തലയുരുകയാണ് ചെറുകിട വ്യാപാരികൾ സ്വാഭാവികമായും ചെയ്യാറുള്ളത്. ഏറ്റവും ഒടുവിലായി വയനാട് ദുരന്തത്തിലും വിവിധ വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ കൈത്താങ്ങാണ് നൽകുന്നത്. ഇങ്ങനെ കൈത്താങ്ങാവുന്നതിന് ഇത്തരത്തിലുള്ള ചെറുകിട വ്യാപാരശാലകൾ നിലനിർത്തുക തന്നെ വേണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നമ്മുടെ എല്ലാ പ്രളയത്തിലും ഉത്സവത്തിനായാലും ദുരിതത്തിനായാലും ആഘോഷത്തിനായാലും എല്ലാത്തിനും സഹകരിക്കുന്നവരാണ് വ്യാപാരികൾ. പക്ഷേ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ നമ്മൾ കാണുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും അങ്ങനെ ഓൺലൈൻ വ്യാപാര മേഖലയിലേക്ക് തിരിയുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പാവപ്പെട്ട കച്ചവടക്കാരും മാത്രമേ എപ്പോഴും നിങ്ങളോടൊപ്പം കാണുകയുള്ളൂ. അതുകൊണ്ട് അവരെ നിലനിർത്തേണ്ടതിന്റെ ഒരു ആവശ്യം നിങ്ങളുടെ സഹകരണം. വൻ പ്രതിസന്ധിയിലൂടെ വ്യാപാര മേഖല നീങ്ങുമ്പോഴും ഓൺലൈൻ വ്യാപാരം വീണ്ടും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും ഇവർ പറയുന്നു. ഈ ഓൺലൈൻ വ്യാപാരികളെ പോലെ ആൾക്കാരുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ തള്ളിക്കയറി സാധാരണ ജനങ്ങൾക്ക് ഒരു യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഈ സാധാരണ ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഈ സാധാരണക്കാർക്കും മറ്റ് പ്രാദേശികമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് ആദ്യം സഹായത്തിനെത്തുന്ന നമ്മുടെ ചെറുകിട വ്യാപാരികളുടെ മുമ്പിലാണ്. അവർ കൈവച്ച് സഹായിക്കുന്നവരുമാണ്, എല്ലാവരും മനസ്സുള്ളവരുമാണ്. നമ്മൾ ഈ ഓൺലൈൻ വ്യാപാരികൾ അവർ വന്നു പോകും, നമ്മൾ സാധാരണ ജനങ്ങൾക്കോ സമൂഹത്തിനോ യാതൊരു ഗുണമില്ലാത്തതാണ് അവർ പോകുന്നത്. അതെ, ചെറുകിട വ്യാപാരികളെ നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യം തന്നെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം 2 ദിവസം പണിയില്ലാതായാൽ കടം തരുവാൻ ഒരു ഓൺലൈൻകാരനും വരില്ല. ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികൾ മാത്രമേ ഉണ്ടാകൂ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.